ഇത് ദൈവനിശ്ചയമാണ്. ഇത് ലോക ചരിത്രത്തിൽ ആദ്യമായി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം. ഇതിനോടൊപ്പം മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും അതിൻ്റെതായ പ്രശ്നപരിഹാരവും. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണിത്. ഒരു വ്യക്തിയുടെ നന്മയെക്കുറിച്ച് സംസാരിക്കാൻ ആരും കാണില്ല. ആ നന്മ അവരിൽ തന്നെ ഒരുപക്ഷെ അടഞ്ഞ് ഇല്ലാതായി പോവും. അതേപക്ഷം ഒരു വ്യക്തിയിൽ 1000 നന്മകളുണ്ട്, ഒരു തിന്മയാണുള്ളതെങ്കിൽ ആ തിന്മയെ പെരുപ്പിച്ച് പറയുവാനും അതിനെ നല്ല രീതിയിൽ ഉയർത്തിയെടുത്ത് എത്രത്തോളം അതിനെ വഷളാക്കാനും എല്ലാവർക്കും ഭയങ്കര ആഗ്രഹവും ആശയും അതോടൊപ്പം തന്നെ ആർജവുമാണ്. ഒരു വ്യക്തിയുടെ നന്മയെക്കുറിച്ച് ആരും ചർച്ച ചെയ്യാൻ മുതിരില്ല. തിന്മയിലാണ് കൂടുതൽ താല്പര്യം. ഞാൻ പറഞ്ഞതുപോലെ ഒരു കള്ളം ചെയ്തു കഴിഞ്ഞാൽ കള്ളനെ ആരും ശാസിക്കാറില്ല, ഉപദ്രവിക്കാറില്ല, അതിനെക്കുറിച്ച് ചിന്തിക്കാറ് പോലുമില്ല. കള്ളൻ്റെ മുന്നിൽ ഇതെന്തുകൊണ്ട് വച്ചു കൊടുത്തു, അത് കാരണമല്ലേ അവൻ എടുത്തതും കള്ളനായതും എന്ന് പറയാനേ ജനം ഉണ്ടാവുള്ളൂ. നമ്മുടെ നന്മയെ ആരും വാഴ്ത്തി പാടുകയും ഇല്ല, ആർക്കും അതിനെക്കുറിച്ച് അറിയുകയും വേണ്ട. പക്ഷെ തിന്മയിലെ ഒരംശം ഏതൊരാൾക്കും ഉണ്ടെങ്കിൽ അത് അപ്പാടെ കളങ്കപ്പെടുത്തുക തന്നെ ചെയ്യും. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ശുദ്ധമായ ഒരു വസ്ത്രത്തിൽ ഒരല്പം കറുപ്പ് പുരണ്ടാൽ അത് വിളിച്ചറിയിക്കും. അതുപോലെയാണ് നന്മ നിറഞ്ഞ ഒരു മനുഷ്യൻ്റെ ശരീരത്തിലോ ഒരു മനസ്സിലായാലും ഒരല്പം കറ പുരണ്ടാൽ അത് വല്ലാത്തൊരു അപകടത്തിൽ ചെന്ന് ചാടും. ഇത് മനസ്സിലാക്കാൻ പറ്റാത്തതായിട്ടൊന്നുമല്ല, നല്ലവണ്ണം മനസ്സിലാവുന്ന കാര്യം തന്നെയാണ്. കറുത്ത് പുരണ്ട് കിടക്കുന്ന അഴുക്കുകളിൽ മുങ്ങിക്കിടക്കുന്ന ഒരാളെക്കുറിച്ച് ആരും ഒന്നും പറയാറില്ല. അയാളുടെ പ്രകൃതത്തിനെ മുഴുവനോടങ്ങ് വിട്ടുകൊടുക്കാറേ ഉള്ളൂ. അത് കാരണം നമ്മുടെ നന്മയിൽ എത്രത്തോളം വളർന്നാലും ഏതെങ്കിലും ഒരു ചെറിയൊരു ഭാഗം പോലും തിന്മ വരാൻ അനുവദിക്കാതിരിക്കുക. അത് നമുക്ക് എന്നും നന്മയും ഭാഗ്യവും തന്നെ തരികയുള്ളൂ. നമുക്കത് നേടിയെടുക്കണം. എല്ലാം നേടാൻ പറ്റും, ഭഗവാന് തരാൻ പറ്റും. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. അതിനുള്ള ഭാഗ്യം നിങ്ങൾക്ക് എല്ലാവർക്കും വേണം. എല്ലാവരും ഇതെടുക്കണം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഇത് നിങ്ങൾ അനുഭവിച്ചറിയുക. അനുഭവത്തിൻ ജഗന്നാഥനായി, ഓമേനിക്കു ജഗത് പ്രാണനായി, സന്മനസ്സിൻ ജഗത് ഗുരുവായി, ജനകഥ ഔഷധോ ഇല്യൂഷനിൽ പ്രണാമം. കൽക്കി ഭാരതിയമ്മ, കൽക്കി TC 42/3481, PURA നമ്പർ 113, ഉണ്ണിനഗർ, നല്ലത്തുറോഡ്, പൂജപ്പുര, തിരുവനന്തപുരം, കേരള. ഫോൺ 8080742539, 8089742539. ഇമെയിൽ ushabharati11@gmail.com. വിസിറ്റ് യൂട്യൂബ് ഭാരതിയമ്മ കലിയുഗ അവതാരം.